ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പോകുന്നത് അഞ്ചൽ ഏരൂരുള്ള എണ്ണപ്പനത്തോട്ടം, അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുളത്തൂപ്പുഴ, അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമ്മൾ അഞ്ചലിൽ നിന്ന് കുളത്തൂപ്പുഴയിലോട്ടുള്ള റൂട്ടിൽ കുറേ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അഞ്ചൽ ഏരൂരുള്ള എണ്ണപ്പനത്തോട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ വരുന്ന വണ്ടിയാണ് അഞ്ചൽ ഏരൂർ എണ്ണപ്പനത്തോട്ടത്തിൽ വർക്ക് ചെയ്യുന്നവരെ കൊണ്ടാക്കുന്ന വണ്ടികളാണത്. അപ്പോൾ ഇതൊരു 2000 ഹെക്ടർ ഭൂമിയാണ്. ഇതിനകത്ത് കുറേ സ്ഥലത്ത് ഫുള്ള് എണ്ണപ്പനകളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് നോക്കിയാലും എണ്ണപ്പന മാത്രമേ ഉള്ളൂ. അപ്പോൾ അഞ്ചലിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ കാണും ഇവിടേക്കുള്ള ദൂരം. അപ്പം ഇതിനകത്ത് കയറിയപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ്. എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും ഇല്ല, തെങ്ങ് നിൽക്കുന്ന പോലെ അങ്ങ് നിൽക്കുകയാണ് എല്ലായിടത്തും അങ്ങ് എണ്ണപ്പന. അപ്പം ഇതിനകത്തുനിന്ന് ഇതിൻ്റെ പ്രോസസ്സിങ്ങൊക്കെ, ഇത് വിളഞ്ഞ് വന്ന് ഇത് അടുത്തൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞ് എണ്ണ ഉണ്ടാക്കി കയറ്റുമതി ചെയ്യുന്ന പരിപാടിയാണിത്. അപ്പം ഇതെനിക്ക് തോന്നുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇതിനകത്ത് കുറേ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കൊല്ലത്തുനിന്ന് വരികയാണെങ്കിൽ നിങ്ങൾ നേരെ ആയൂരിൽ നിന്ന് അഞ്ചലിൽ നിന്ന് നേരെ ഏരൂർ, അങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ ഈ എണ്ണപ്പനത്തോട്ടത്തിനകത്തോട്ട് കയറുമ്പോൾ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൻ്റെ അവിടെ സെക്യൂരിറ്റി ഗാർഡ് നിൽപ്പുണ്ട്. പുള്ളി പറഞ്ഞത് ഇതിനകത്തോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വഴിയേറ്റാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് റൂട്ട് നോക്കി വെച്ചിട്ട് വേണം അകത്തോട്ട് പോകാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം നമ്മൾ ആ റൂട്ടെല്ലാം നോക്കി വെച്ചിട്ടാണ് അകത്തോട്ട് നിന്നത്. അധികം അകത്തോട്ടൊന്നും പോയില്ല. എവിടെ നോക്കിയാലും ഇതിൻ്റെ ഒരു തോട്ടത്തിൻ്റെ ആ ഒരു കാഴ്ചകളാണ് മൊത്തത്തിൽ. ഇത് കണ്ടില്ല, ഇതെല്ലാം തോട്ടത്തിൻ്റെ ഒരു ഭാഗമാണ് ആ കെട്ടിടമൊക്കെ. അപ്പോൾ ഇത് കണ്ടില്ലേ, കണ്ട ഈ നിൽക്കുന്നതാണ് എണ്ണപ്പന. അതിനകത്തു നിന്നുള്ള ആ ഒരു കുരു എടുത്തിട്ടാണ് ഇവർ ആട്ടി ഇത് എണ്ണയാക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ശംഭു, അവനാണ് ഇത് സജസ്റ്റ് ചെയ്തിരുന്നത് ഈ സ്ഥലം. അപ്പോൾ ഞങ്ങളിതിൻ്റെ ആ ഒരു ചെറിയൊരു മരത്തിൻ്റെ സൈഡിൽ ചെന്നിട്ട് എടുത്തു. കണ്ടില്ലേ, നമ്മളിത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ അറ്റത്തൊരു മുള്ള് പോലൊരു സംഭവമുണ്ട്. ആ സംഭവം കൊണ്ടുകഴിഞ്ഞാൽ മുറിയും. ഇതിൻ്റെ കുരുവാണ് പിന്നെ ഇവർ പ്രോസസ്സിങ് ചെയ്ത് എണ്ണയാക്കി എടുക്കുന്നത്. അങ്ങനെ ഞങ്ങളിത് അവിടുന്ന് തിരിച്ചിറങ്ങി നേരെ ഇനിയിപ്പോൾ പോകുന്നത് കുളത്തൂപ്പുഴ അമ്പലത്തിലോട്ടും, പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഫോറസ്റ്റ് മ്യൂസിയം ഉണ്ട്. ആ ഫോറസ്റ്റ് മ്യൂസിയത്തിലോട്ടാണ് പോകുന്നത്. ഇത് ഒരു അവധി ദിവസമായതുകൊണ്ട് നല്ല തിരക്കുറവായിരുന്നു. മലയോര ഹൈവേ അതാണെന്ന് തോന്നുന്നു ഇത് കണ്ടിട്ട്. നല്ല തിരക്കുറവും നല്ല റോഡുമാണ്. അഞ്ചലിൽ നിന്ന് ഏരൂരോട്ടുള്ള റോഡൊക്കെ അടിപൊളി റോഡാണ്. കണ്ടില്ലേ, അടിപൊളി ഒരു ടർഫൊക്കെ ഉണ്ട് റോഡ് സൈഡിൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയേക്കുന്നത് പിന്നെ ഫോറസ്റ്റിൻ്റെ മ്യൂസിയത്തിലാണ്. അപ്പം നമ്മളതിനകത്തോട്ട് പോകുകയാണ്. അപ്പം അവിടെ ടിക്കറ്റ് റേറ്റ് 50 രൂപയാണ്, കുട്ടികൾക്ക് 20 രൂപയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കുറേ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നടന്നുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് നോക്കാം എങ്ങനെയൊക്കെയാണ് സെറ്റപ്പ് എന്ന്. ഇതാണ് നമ്മുടെ കാട്ടിലെ തടികളാണ് ഈ കാണുന്നത്, ഒറിജിനൽ തടികൾ. കണ്ടില്ലേ, ഈ കാണുന്നതാണ് പൊരിവട്ട, വട്ട ഉപ്പില, നീർവട്ടി, എലിച്ചുഴി, കമ്പകം, തമ്പകം, ഉറുപ്പ്, അങ്ങനെ താന്നി. നമ്മൾ കേൾക്കാത്ത കുറേ തടികളാണ് അവിടെ ഇവിടെ ഇരിക്കുന്നത്. കണ്ടില്ലേ, അതുകൊണ്ട് ഇവിടെ മഞ്ചാടി, അങ്ങനെ കുറേ തടികൾ, ഗുൾമോഹർ, പടോക്ക്, മഴമരം, ഇരുൾക്കടമരം, അങ്ങനെ കുറേ നമ്മൾ കേൾക്കാത്ത തടികളല്ലേടാ. കണ്ടില്ലേ, അച്ചൻകോവിൽ, കോന്നി, ലോക്കൽ സീരീസ്, ഇതെല്ലാം വാളയാർ, ഇതെല്ലാം അവിടെ നിന്നൊക്കെ ഉള്ള തടികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ടിമ്പർ മ്യൂസിയത്തിൽ നിന്ന് വെളിയിറങ്ങി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. അവിടെ നിൽക്കുന്ന ഇലവ് പെരുമരം കണ്ടില്ലേ, ഇലവ് കണ്ടില്ലേ, പെരുമരം ഇലവും പെരുമരമാണ് നിൽക്കുന്ന കേട്ടോ. നിൽക്കുന്ന മരമാണ് മരുതിയുടെയൊക്കെ ഹൈറ്റ് കണ്ടോ. പേഴ്, അങ്ങനെ അവിടെ ഊറാവ് എന്ന് പറയുന്ന മരം, ഇതെല്ലാം ഉണ്ട്. അതിനകത്ത് കണ്ട മരങ്ങളെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. മഹാഗണിയൊക്കെ വർഷങ്ങളായിട്ടുള്ള മരമാണ് നിൽക്കുന്നത് കേട്ടോ. മഹാഗണി അങ്ങ് പുറംതൊലിയെല്ലാം അങ്ങ് ഇളവി.
കണ്ടില്ലേ, മഹാഗണി. അടുത്ത മ്യൂസിയമാണ്. വെള്ളഞ്ഞാവൽ, വയണ അറിയത്തില്ലേ? വയണ, ഈ നിൽക്കുന്ന വയണയില കൊണ്ട് നമ്മൾ അപ്പം ഉണ്ടാക്കും, ഒരു സൈസ് ഗോതമ്പിൻ്റെ സംഭവം വെച്ച്. പൂവണം. നമ്മൾ കേൾക്കാത്ത കുറേ മരങ്ങളുടെ ലിസ്റ്റ് ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ കുളത്തൂപ്പുഴയിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ പോലും ഇല്ല. കുളത്തൂപ്പുഴ സിറ്റിയിൽ കുറച്ച് അടുത്താണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ അവിടെ കയറിയേക്കുന്ന ഹരിത വനങ്ങളാണ്. നമ്മുടെ കേരളത്തിലെ ഹരിത വനങ്ങൾ. ഒരു വനത്തിനകത്ത് കയറിയ അതേ ഒരു ഫീലാണ് നമ്മൾ ഈ ഒരു മ്യൂസിയത്തിനകത്ത് കയറുമ്പോൾ. അത്യാവശ്യം നല്ല രീതിയിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ആ ഒരു സീനറിയൊക്കെ കണ്ടില്ലേ, സിംഹാലം കുരങ്ങും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. വാഴ, നല്ല ഈ എന്താ പറയുക, നമ്മളാ വനത്തിലെ ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതിനകത്തെല്ലാം ഉള്ളത്. അവിടെ രാജവെമ്പാല, അതിൻ്റെ മരങ്ങൾ അടിപൊളി എന്ന് പറഞ്ഞാൽ അവർ ഇതിനകത്ത് AC കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു ഫീലാണ്. നമ്മൾ ആ വനത്തിൽ കയറുന്ന ആ ഒരു ഫീലാണ് ഇതിൽ കയറുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ അവർ ഇതിനകത്ത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ചെക്ക് ചെയ്യാം വേണ്ടുന്നവർക്ക്. ഇപ്പോൾ സർക്കാർ ഇപ്പം തുടങ്ങിയേക്കുന്ന നല്ല ഒരു സെറ്റപ്പ് പരിപാടിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ മ്യൂസിയം, വനത്തിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. അതാ കണ്ടില്ലേ, കടുവ, അതിൻ്റെ അതൊക്കെ നല്ല ജീവനോടെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയേക്കുന്നത്. അത്രയ്ക്ക് നല്ല സെറ്റപ്പായിട്ടാണ് അവർ അതിൻ്റെ ഒരു എന്താ ഇതിൻ്റെ പ്രതിമകളൊക്കെ കറക്റ്റായിട്ട് വെച്ചേക്കുന്നതും. കെട്ടുവള്ളം, പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും അവർ ഇപ്പോൾ അതിനകത്ത് ഒറിജിനലായിട്ട് തന്നെ അവർ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, എന്താ പറയുക, വള്ളത്തിൻ്റെയും മീൻ പിടിക്കുന്നതിൻ്റെയൊക്കെ പഴയ കാലത്ത് ഉള്ളവർ ഉപയോഗിക്കുന്ന വള്ളവും അതൊക്കെയാണ് നമ്മുടെ ഈ ഇരിക്കുന്ന സാധനങ്ങൾ. കെട്ടുവഞ്ചി എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ 50 രൂപ കൊടുത്തത് കയറുകയാണെങ്കിൽ നിങ്ങൾക്കത് മുതലാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അത്യാവശ്യം ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ കുളത്തൂപ്പുഴ വരുമ്പോൾ ഇവിടുന്ന് കയറി ജസ്റ്റ് കാണുക. ജസ്റ്റ് കണ്ടിട്ട് നിങ്ങളുടെ കുട്ടികളെയും സ്കൂളിൽ നിന്ന് വരുവാണെങ്കിൽ അവർക്കും എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും ഇതിനകത്തൊക്കെ. അപ്പോൾ കുട്ടികളെ കൊണ്ടുവന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുക. ഇതൊക്കെ സൺഡേ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തും ഓഫായിട്ടുള്ള സമയത്തൊക്കെ വന്ന് ഇതൊക്കെ ഒന്ന് കാണണം. നീർനായെ കണ്ടില്ലേ ഇരിക്കുന്നത്, നല്ല അടിപൊളിയായിട്ടാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. വള്ളം ഇതാണ് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വള്ളം, കണ്ടില്ലേ. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്, പഴയ കാലത്ത് വള്ളമൊക്കെ. പിന്നെ ഇതാണ്ട് മീൻ പിടിക്കുന്ന സാധനമാണ്, പിന്നെ വഞ്ചി എല്ലാം ഉണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു മുളയ്ക്കകത്തുണ്ടാക്കിയെന്നാണെന്ന് തോന്നുന്നു ഇത് കണ്ടിട്ട്. അപ്പോൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതല്ല, അത് എനിക്ക് തോന്നുന്നു ആ രീതിയിൽ ഉണ്ടാക്കി എടുക്കുന്നതായിരിക്കും ഇതൊക്കെ. ഇതാ കണ്ടില്ലേ, കെട്ടുവള്ളം എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം മുളയ്ക്കകത്തുണ്ടാക്കിയ കെട്ടുവള്ളം അത്യാവശ്യം അടിപൊളിയാണ്. അപ്പം നമ്മളിതിനകത്ത് കയറിയിട്ട് ഇനി വെളിയിലോട്ട് ഇറങ്ങുക, അടുത്ത സംഭവം എന്താണെന്ന് നോക്കാൻ.
ഫോറസ്റ്റ് മ്യൂസിയം കുളത്തൂപ്പുഴയിലെ ഫോറസ്റ്റ് മ്യൂസിയം നമ്മൾ ഫുള്ള് കണ്ടിട്ട് ഇറങ്ങിയേക്കാണ്. 50 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. 20 രൂപ കുട്ടികൾക്ക്, 20 രൂപ മുതിർന്നവർക്ക് 50 രൂപ. വൈകിട്ട് 6 മണി വരെയാണ് സമയം. അപ്പോൾ നിങ്ങൾ കുളത്തൂപ്പുഴയൊക്കെ വരുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവുക. അത്യാവശ്യം നമുക്ക് വനങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ അവർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോ റൂമിലും ഓരോ കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ വനങ്ങളുടെയും എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കുളത്തൂപ്പുഴ ക്ഷേത്രത്തിന് മുമ്പിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അമ്പലത്തിനകത്തോട്ട്. ഈ പാലം കഴിഞ്ഞാൽ അമ്പലമായി. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ മീനിന് പിന്നെ പൊരിയൊക്കെ ഇട്ട് കൊടുക്കുന്ന കാണാൻ സാധിക്കും. താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല കണ്ടില്ല, ഇഷ്ടംപോലെ മീനുണ്ട് ഇതിനകത്ത്. ഇതിനെ പിടിക്കാനൊന്നും പറ്റില്ല. ഇത് അമ്പലത്തിൻ്റെ വകയായിട്ടുള്ള മീനുകളാണ്. അപ്പോൾ അയ്യപ്പന്മാരും ഇവിടെ അമ്പലത്തിൽ വരുന്നവരെല്ലാവരും മീനും പൊരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് അകത്തോട്ട് പോകുന്നത്. അപ്പോൾ അയ്യപ്പ സീസൺ എന്ന് പറഞ്ഞാൽ ശബരിമല സീസണും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ അകത്തോട്ട് പോയി അമ്പലത്തിനകത്ത് കയറിയിട്ട് നമ്മൾ ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ നമുക്ക് കാണാം. അടുത്തടുത്ത വീഡിയോകൾ നമ്മൾ പുതിയ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അമ്പലത്തിനകത്തോട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.